ബാക്ക് ടു Q&A പാർട്ട് 2 വീഡിയോ. സോ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ ബാക്കി ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് പറയാം. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഷോർട്ട് വീഡിയോസ് മാത്രമാണോ ചെയ്യുന്നത്, ലോങ് വീഡിയോസും വ്ളോഗ്സും ഒന്നും എന്താ ചെയ്യാത്തെ? എനിക്ക് നല്ല രീതിയിൽ ആഗ്രഹമുണ്ട് ലോങ് വീഡിയോസ് ചെയ്യണം, വ്ളോഗ് ചെയ്യണം. പക്ഷേ ഈ ലോങ് വീഡിയോസും വ്ളോഗൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ കണ്ടന്റ് എന്ന് പറയുന്നൊരു സാധനം കൂടി വേണം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ മിനിമം ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുകയാണെങ്കിൽ പോലും ആ ഒരു ദിവസത്തിൽ എന്തെങ്കിലുമൊക്കെ ഹാപ്പനിങ് ആയിട്ട് കാര്യങ്ങൾ വേണ്ടേ? എനിക്ക് വീഡിയോസ് ചെയ്യാനൊരു ഇൻട്രസ്റ്റിനാണെങ്കിലും നിങ്ങൾക്ക് കാണാനൊരു കണ്ട് എൻജോയ് ചെയ്യാനാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കണമല്ലോ. അതുകൊണ്ടാണ് ലോങ് വീഡിയോസ് ഒന്നും ചെയ്യാത്തത്. പക്ഷെ ഇനി കുറച്ച് ലോങ് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. ഒരു ഫംഗ്ഷനൊക്കെ വരാനുണ്ട്, അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്യും. അപ്പം എൻ്റെ ലോങ് വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, ആൾക്കാരാൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ? ഓൾവേസ്. സത്യം പറയട്ടെ, എൻ്റെ ലൈഫിൽ കുറേ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആൾക്കാർ തെറ്റിദ്ധരിക്കുക എന്ന് പറയുന്നത്, അതിൽ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഒരുമിച്ചുള്ള ആൾക്കാർ, നല്ല രീതിയിൽ അറിയുന്ന ആൾക്കാർ, പെട്ടെന്ന് കുറച്ച് നാളായിട്ട് അറിയുന്ന ഒരാൾ എന്തെങ്കിലുമൊക്കെ വന്ന് പറയുമ്പോൾ അത് കേട്ടിട്ട് നമ്മളടുത്ത് മിണ്ടാതെ നടക്കുക, അങ്ങനെ വരില്ല. അത് എനിക്ക് ഭയങ്കര വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അറ്റ്ലീസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മളടുത്ത് വന്ന് ചോദിക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത്രയും വർഷമായിട്ട് നമ്മൾ കൂടെയുള്ള ആൾക്കാരാകുമ്പോൾ നമ്മളടുത്ത് അത് വന്ന് ചോദിക്കാനുള്ള ഫ്രീഡം അവർക്കുണ്ട്. പക്ഷെ എനിക്ക് സംഭവിച്ചിട്ടുള്ളതൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് അത് ഉള്ളിൽ വെച്ചിട്ട് നമ്മളടുത്ത് പിന്നീട് അങ്ങോട്ടേക്ക് മോശമായിട്ട് ബിഹേവ് ചെയ്യുക, ഭയങ്കര മോശമായിട്ട് സംസാരിക്കാം. മുമ്പൊക്കെ ഞാൻ ഈ തെറ്റിദ്ധാരണ എന്നുള്ളടത്ത് നല്ല രീതിയിൽ അത് മാറ്റാൻ വേണ്ടി ശ്രമിക്കാറുണ്ടായിരുന്നു. മാറ്റാൻ വേണ്ടി ശ്രമിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പറ്റുന്ന രീതിയിലൊക്കെ സംസാരിച്ച്, അങ്ങനെയല്ല, അതല്ല സത്യം, ഇങ്ങനെയാണ് എന്നുള്ളത് പറയാനും അവരെ വിശ്വസിപ്പിക്കാനായിട്ടും നല്ല രീതിയിൽ ശ്രമിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ പക്ഷേ കഴിഞ്ഞൊരു വർഷത്തോളായിട്ട്, അത്രേ ആയിട്ടുള്ളൂ, കഴിഞ്ഞൊരു വർഷത്തോളായിട്ട് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ പറയും. പിന്നെ അവര് അത് വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ അത് കേൾക്കാനുള്ള മനസ്സ് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. അവരതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാനൊന്നും പോവാറില്ല. ചില ആൾക്കാരുണ്ട്, ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല, എനിക്ക് മറ്റാൾ പറഞ്ഞതാണ് വിശ്വാസം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ കേൾക്കാൻ പോലും തയ്യാറാവില്ല. അവരിങ്ങനെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ നമ്മൾ കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കുറ്റങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, ജയിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കാര്യങ്ങളടക്കം ഇങ്ങോട്ടേക്ക് പറയും. അങ്ങനെയുള്ളിടത്തൊക്കെ ഞാൻ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോ ഫോളോ ചെയ്യുന്നൊരു കാര്യം. അവിടെ നിന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് ഒരു കാര്യമില്ല. ആ ഒരു ചൂടൊക്കെ അങ്ങ് തണുക്കുമ്പോൾ ചിന്തിക്കുമായിരിക്കും, ഓരോ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ചിലപ്പോ റിയലൈസേഷൻ വരും. സോ തെറ്റിദ്ധരിക്കുന്നവര് തെറ്റിദ്ധരിച്ചിട്ട് പോട്ടെ. എന്തെങ്കിലും അവർക്ക് അത് തിരുത്തണം എന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ സത്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ വരട്ടെ, അപ്പൊ സംസാരിച്ചിട്ട് ക്ലിയർ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, മാരീഡ് ആണോ? യെസ്, ഐ ആം ഹാപ്പിലി മാരീഡ്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, പഴയ അക്കൗണ്ട് പോയപ്പോൾ വിഷമം തോന്നിയില്ലേ? അതിനോട് എങ്ങനെയാണ് ഡീൽ ചെയ്തത്? പഴയ അക്കൗണ്ട് പോയപ്പോൾ വിഷമം തോന്നി, ഉറപ്പായിട്ടും വിഷമം തോന്നൂലേ? പിന്നെ നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് അത്രയും വീഡിയോസ് ഒക്കെ ചെയ്തൊരു ചാനല്, ഡെഡായി കിടന്ന ഒരു ചാനല് അത്യാവശ്യം കുറച്ചെങ്കിലും ഒന്ന് ആക്റ്റീവാക്കി എടുത്ത് വരുന്ന സമയത്ത് അതങ്ങ് എന്തിന്റെ പുറത്തോ ആയിക്കോട്ടെ അതങ്ങ് ഡിലീറ്റ് ആയി പോവാന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും വിഷമം തോന്നും. എനിക്കും വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളിപ്പോ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതൊരു ഷോർട്ട് വീഡിയോ ആണെങ്കിൽ കൂടി കുറെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കുറെ യൂട്യൂബേഴ്സ് ഒക്കെ ഇതുപോലെ Q&A വീഡിയോ അല്ലെങ്കിൽ കമന്റ് റിയാക്ഷൻ ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് വരുന്ന കമന്റ്സിൽ അവര് റെസ്പോണ്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്.
നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ചുമ്മാ വീഡിയോസ് ഒക്കെ എടുത്ത് നടന്നാൽ പോരെ എന്നുള്ള രീതിയിൽ ആൾക്കാരൊക്കെ, എനിക്കിതുവരെ അങ്ങനെ വന്നിട്ടില്ല, ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നത്. പക്ഷേ അതിപ്പോ ഒരു ഷോർട്ട് വീഡിയോ, ഒരു 30 സെക്കൻഡ് വീഡിയോ ആണെങ്കിൽ കൂടി, പോട്ടെ ഒരു മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ കൂടി, ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല എഫേർട്ട് ഉണ്ട് അതിന്റെ പിറകിൽ. ഇപ്പൊ എനിക്കൊരു ക്വസ്റ്റ്യൻ വന്നില്ല, ഡാൻസ് വീഡിയോസ് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നതെന്ന്. ഡാൻസ് വീഡിയോസ് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാനത് സിമ്പിളായിട്ട് പറഞ്ഞു പോയി, എന്താ ട്രൈപോഡിൽ ഫോൺ സെറ്റ് ചെയ്യുന്നു, വീഡിയോ എടുക്കുന്നു എന്നുള്ളത്. പക്ഷെങ്കിൽ അത് അത്ര സിമ്പിളായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. ട്രൈപോഡിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ്. ഇരുന്നിട്ടൊക്കെയാണ് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നാമത് ബാക്ക് ക്യാമറയിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കാരണം കുറച്ചും കൂടി ക്ലാരിറ്റി, ഫ്രണ്ട് ക്യാമറേനെക്കാട്ടിലും കുറച്ചും കൂടി ക്ലാരിറ്റി ഉള്ളത് ബാക്ക് ക്യാമറയിലാണ്. അപ്പൊ നമ്മൾക്ക് കാണുന്നില്ല നമ്മൾ കറക്റ്റ് ഫ്രെയിമിലാണോ നിൽക്കുന്നത്, പിന്നെ ഫോക്കസ് ആവുന്നുണ്ടോ, ആ വക കാര്യങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. ഇപ്പൊ തന്നെ ഞാൻ ഈ ഒരു Q&A വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ബാക്ക് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു അരമണിക്കൂർ ഞാൻ വീഡിയോ എടുത്തു. അരമണിക്കൂർ വീഡിയോ എടുത്തിട്ട് ഫോൺ ഹീറ്റ് ആയതുകൊണ്ട് ക്യാമറ തനിയെ ഓഫായി. ഞാൻ പോയി നോട്ടിഫിക്കേഷൻ എന്തോ വന്ന് കേട്ടപ്പം ഞാൻ പോയി നോക്കിയപ്പോൾ ഫോക്കസ് ആയിട്ടില്ല, വീഡിയോയില് ഫുൾ ബ്ലറാണ്. അപ്പൊ എന്റെ ആ അരമണിക്കൂർ ഞാൻ ഇരുന്ന് സംസാരിച്ച് ആ വീഡിയോ വെറുതെ പോയി. എന്നിട്ട് ഞാൻ റീഷൂട്ട് ചെയ്യാണ് ഇപ്പൊ ചെയ്യുന്നത്. അങ്ങനെ വീണ്ടും എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടി വന്നു. അപ്പൊ എനിക്ക് എന്റെ ആ ഒരു അരമണിക്കൂർ, ആ ടൈമും പോയി, അത്രയും നേരം ഞാൻ സംസാരിച്ചു, അത്രയും കാര്യങ്ങളൊക്കെ വെറുതെ പോയില്ലേ. അപ്പോൾ കുറെ എഫേർട്ട് ഉണ്ട്. പിന്നെ ആ ഒരു ചാനല് എൻ്റെ കയ്യിൽ കിട്ടുന്ന സമയത്ത് അതിലുണ്ടായിരുന്ന സബ്സ്ക്രൈബർ കൗണ്ട് എന്ന് പറയുന്നത് 712 ആയിരുന്നു. 712 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ആ ഒരു ചാനൽ ഉണ്ടായിരുന്നത്. ആ ചാനൽ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന സമയത്ത് ഇത്രയും 2 വർഷത്തോളം ഡെഡായി കിടന്ന ചാനലിൽ ഞാൻ വീഡിയോസ് ചെയ്ത് അറ്റ്ലീസ്റ്റ് 1600 അടുത്ത് സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പറയുമ്പോൾ തോന്നും എന്താ അത്രയല്ലേ ഉള്ളൂ, പക്ഷെ അങ്ങനെയല്ല. കാരണം നമ്മൾ ഏതൊരാളും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് വീഡിയോസ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളായിരിക്കും, കണ്ടന്റ്സ് ചെയ്യാനുള്ള ഇഷ്ടം കൊണ്ട് ചെയ്യുന്നവരുണ്ടാവാം. അതിനോടൊപ്പം തന്നെ മോണിറ്ററി ബെനിഫിറ്റ് എന്നുള്ളൊരു സാധനം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഏതൊരാളും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അപ്പൊ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഓരോ ആളും ഇങ്ങനെ വീഡിയോസ് ചെയ്ത് എഫേർട്ട് ഇട്ട് ചെയ്യുന്നത്. അപ്പോ മോണിറ്റൈസേഷൻ ആവണമെന്നുണ്ടെങ്കിൽ ബേസിക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 1000 സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പൊ ആ ഒരു ക്രൈറ്റീരിയ ഞാൻ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് 1600 അടുത്ത് സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. മോണിറ്റൈസേഷൻ ആവാൻ സബ്സ്ക്രൈബർ കൗണ്ട് അത്ര തന്നെ വേണ്ടുള്ളൂ. 1000 എത്തിയാൽ മതി. 4000 വാച്ച് അവർ ആണ് പിന്നെ വേണ്ടത്. ചാനൽ ഞാൻ എടുക്കുന്ന സമയത്ത് അതിലുണ്ടായിരുന്ന വാച്ച് അവർ എന്ന് പറയുന്നത് 0 ആയിരുന്നു. കാരണം ലാസ്റ്റ് 365 ഡേയ്സിന്റെ വാച്ച് അവർ ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ കഴിഞ്ഞൊരു 2 വർഷമായിട്ട് ഒരു വീഡിയോയും ഇല്ലാതെ അനങ്ങാണ്ട് ഡെഡായി കിടക്കുന്ന ചാനലിൽ 0 വാച്ച് അവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ 0 വാച്ച് അവറിൽ നിന്ന് ആ ചാനൽ പോകുമ്പോൾ, ഡിലീറ്റ് ആവുമ്പോൾ 2500-600 അടുത്ത് വാച്ച് അവറിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അത്രയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അതെന്റെ എഫേർട്ടിന്റെ പുറത്ത് തന്നെയാണ് എത്തിയിട്ടുള്ളത്. പിന്നെ അതുകൊണ്ട് തന്നെ മോണിറ്റൈസേഷൻ എന്നുള്ള ആ ഒരു സാധനത്തിലേക്ക് എനിക്ക് എത്താനുള്ള ദൂരം ചെറുതായിരുന്നു. കാരണം 1000 സബ്സ്ക്രൈബേഴ്സ് ഞാൻ ക്രോസ് ചെയ്തു, വാച്ച് അവർ 2500 എത്തി. 0-ൽ നിന്ന് 2500 എത്തിക്കാമെങ്കിൽ 2500 നിന്ന് 4000 എത്തിക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ആ ഒരു പോയിന്റിൽ ആ ഒരു ചാനല് പോവാന്ന് പറയുമ്പോൾ അത് ഉറപ്പായിട്ടും വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അത്രയും നാളത്തെ നമ്മുടെ എഫേർട്ടാണ് അവിടെ പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ എന്ന് വെച്ചിട്ട് ഞാൻ വിഷമിച്ച് അയ്യോ എന്റെ ചാനൽ പോയല്ലോ എന്നും പറഞ്ഞ് ഞാൻ ഇരുന്നിട്ടൊന്നുമില്ല. ഞാൻ തൊട്ടടുത്ത ദിവസം തന്നെ പുതിയ ചാനൽ തുടങ്ങി, വീഡിയോസും ചെയ്തു തുടങ്ങി. കാരണം ആ ഒരു പോയിന്റിൽ ഞാൻ ചിന്തിച്ചത്, ഒന്നാമത്തെ കാര്യം നെഗറ്റീവ് സൈഡ് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ അതിന്റെ പോസിറ്റീവ് സൈഡ്സ് ആണ് ഞാൻ ചിന്തിച്ചത്. കാരണം ആ ചാനൽ ഡിലീറ്റ് ആയി പോയതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ യൂട്യൂബ് ചാനലിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, ടെക്നിക്കൽ നോളജ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര കുറവായിരുന്നു. ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ചാനലിൽ
ഓണർ ആക്സസ് എന്താണ്, മാനേജീരിയൽ ആക്സസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെ അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ചാനൽ പോയ സമയത്ത് ഈ വക കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടും ഇപ്പൊ എനിക്കൊരു ചാനൽ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ആയിരിക്കണം അതിന്റെ ഓണർ. ഫുൾ ആക്സസും എനിക്ക് തന്നെ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. കാരണം നമുക്കൊരു യൂട്യൂബിൽ നിന്ന് ഓരോ മെയിലൊക്കെ വരും, അത് ഓണറിന്റെ മെയിൽ ഐ ഡിയിലേക്ക് മാത്രമേ വരുള്ളൂ. പിന്നെ ഞാൻ അത്രയും നാളെ ചിന്തിച്ചിരുന്നത് എന്റെ മെയിൽ ഐ ഡിയിലേക്കും വരും എന്നുള്ളതായിരുന്നു. പക്ഷെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അങ്ങനെ മാനേജറിന്റെ മെയിൽ ഐ ഡിയിലേക്ക് വരില്ല, ഓണറിന്റെ മെയിൽ ഐ ഡിയിലേക്കാണ് പോവാം. അതുപോലെ കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ പഠിച്ചത് ആ ഒരു സമയത്തായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ചിന്തിച്ചൊരു കാര്യം, ആ ഒരു ചാനൽ പോയത് നന്നായി എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പുതിയൊരു എന്റേതായിട്ടൊരു ചാനൽ ഞാൻ തുടങ്ങി. ചില കാര്യങ്ങൾ നടക്കുന്നത് നല്ലതാണ്, അത് നമുക്ക് കുറച്ച് നേരത്തേക്കെങ്കിലും ഒരു വിഷമം ഉണ്ടാക്കുമെങ്കിലും ചില കാര്യങ്ങൾ നടക്കുന്നത് വളരെ നല്ലതിന് വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ അന്ന് മനസ്സിലാക്കിയത്. അങ്ങനെയാണ് ആ ഒരു കാര്യത്തിനോട് ഞാൻ ഡീൽ ചെയ്തത്. ഞാൻ അങ്ങനെ കുറെ നാള് വിഷമിച്ചിരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അത്രയൊക്കെയായിരുന്നു Q&Aയില് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങൾ. ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇനി കൂടുതൽ വ്ളോഗ്സും കൂടുതൽ ലോങ് വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ വരും എന്നുള്ള പ്രതീക്ഷയിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.